ഉണ്ടാകും. ഓരോ തരത്തിലുള്ള അവരുടെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര അവർ ഡെയിലി പള്ളിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അങ്കലപ്പാണ്. 2 മക്കൾ പെൺമക്കളുണ്ട്, 2നെയും കെട്ടിച്ച്. പക്ഷേ പെൺമക്കളൊക്കെ കെട്ടിപ്പോയി, അവർക്ക് പിന്നെ പിള്ളേരൊക്കെ ആയി, പിന്നെ ഭർത്താവായി, അവർക്ക് വീടായി, വീടിൻ്റെ കാര്യത്തിലൊക്കെ അന്വേഷിക്കലായി. പക്ഷേ കട മുഴുവൻ കുടുംബത്തിനായി. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ പരിപാടി. നമ്മൾ കടവും വിലയും മേടിച്ചൊക്കെ പെൺപിള്ളേരൊക്കെ പഠിപ്പിക്കും, അവർക്കെല്ലാം കഴിക്കും, അവർ ജോലി കിട്ടി പോകും. അവർ ഈ രാജ്യം വിട്ട് പോകുകയാണെങ്കിൽ പിന്നെ അവിടെ വീട് മേടിക്കണം, അവർക്ക് കാറ് മേടിക്കണം. നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയും പപ്പായും മമ്മിയും അവിടെ നാട്ടിലെ വീട് വിറ്റിട്ട് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറയും. പണിയായിരിക്കും. ഈ അണ്ണന്മാരെല്ലാം അങ്ങനെ ചെയ്യണം. ഇപ്പം നമ്മൾ ചിട്ടി പിടിച്ചും വട്ടി പിടിച്ചും ബാങ്കിൽ നിന്നും പോയി പട്ടാക്കി പറഞ്ഞൊക്കെ കാശുണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് അവരെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ജോലി വേണ്ടേ? അവർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. അപ്പം അതിനൊക്കെ നല്ല ലക്ഷങ്ങൾ ചിലവാണതേ. അതിനുശേഷം അവർക്ക് പിന്നെ കല്യാണമായി, അതിനും ചിലവാണ്. അതും കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പിന്നെ അവർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വാടക വീടുമ്പം പറയും മമ്മി ഭയങ്കര വാടകയാണ്, ഒരു 3 ദിവസം കൊല്ലത്തെ വാടക ഉണ്ടെങ്കിൽ നമുക്ക് വീട് മേടിക്കാൻ പറ്റും. അപ്പം മമ്മി പറയും നിങ്ങൾ മേടിക്കുന്നത് മക്കളെ പറയാം. ശരിയല്ലേ സംഭവം? മക്കൾ അവിടെ നിന്ന് ലോൺ എടുത്ത് മേടിക്കൂ. അപ്പം 40 ലക്ഷം 80 ലക്ഷം 3 കോടി 4 കോടിയൊക്കെയാണ് വരണത്. അവസാനം കോടിയൊക്കെ ആയിരിക്കും. കോടി അവിടെ ഇരിക്കും. ഇവിടുന്ന് പോകാൻ പറ്റുക? ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, കാശില്ല. അങ്ങോട്ട് പോകാൻ പറ്റണമെങ്കിൽ മമ്മിക്ക് ഇവരെ പഠിപ്പിച്ചതിൻ്റെ ലോൺ ഇപ്പോഴും കിടപ്പുണ്ട്. കേരളം ഭയങ്കര നിങ്ങൾ എന്നെ കേൾക്കുന്ന പഠിച്ചു പോയ മക്കളുണ്ടെങ്കിൽ ഓർക്കണം, നിങ്ങളെ മാതാപിതാക്കന്മാർക്ക് പണി തന്നിട്ടാണ് കടലിൽ നിന്ന് കയറിയിരിക്കണം പലരും. അറിയത്തില്ല, മാതാപിതാക്കന്മാർക്ക് ഇത് പണി കിട്ടിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മാതാപിതാക്കന്മാരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ആത്മാർത്ഥമായിട്ട് പണിതിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു 50% പേര് മാതാപിതാക്കന്മാർ നോക്കുന്നുണ്ട്, 50% പേര് നോക്കണില്ല. ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നാൽ ഒരു 5000 മീറ്റർ പറന്ന് കഴിയുമ്പോൾ പൊക്കത്തിലാകുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ സ്വാഹ. പിന്നെ മൈൻഡ് സെറ്റ് എല്ലാം മാറും. പിന്നെ അവിടെ ജീവിത രീതി മാറും, ചിന്താ പദ്ധതികൾ മാറും, ലൈഫ് സ്റ്റൈൽ മാറും. നമ്മളൊക്കെ ഒരു പുറംപോക്കുകാരും പഴഞ്ചന്മാരും ഒക്കെ ഇട്ടവരാണ്. തമസമല്ല ലൈഫ് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അവിടെ പോയി ഇപ്പോൾ എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ. മകൾ പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് വെച്ചേക്ക്. മകൾ പോകുമ്പോൾ പിറ്റേയാഴ്ച പോയി പാസ്പോർട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിറ്റേയാഴ്ചത്തിന് പോയി പാസ്പോർട്ട് എടുക്കും. എപ്പോഴും പ്രസവം ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കൊച്ചിനെ വളർത്തി 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളവർ കൊറിയർ ചെയ്യും. ഒരു ബ്ലൂ ഡാർട്ടർ അവർ നിങ്ങളെ കൊറിയർ ചെയ്യാൻ വേണ്ടി പുതിയ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. മാതാപിതാക്കന്മാർ അവിടുന്ന് കൊറിയർ ആ കൊച്ചിന് 2 വയസ്സ് കിട്ടി ആയാൽ മതി. അതുവരെ ഭയങ്കര തേരും പാലും പഞ്ചാരയും ഒക്കെ ആയിരിക്കും. 2 കൊച്ച് 2 വയസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യും. എല്ലാവരെയും പാക്ക് ചെയ്യുമെന്ന് ഞാൻ പറയില്ല. പിന്നെ ആ ജോസഫച്ചൻ ഞങ്ങളുടെ കൊച്ചിനെ അറിയാമല്ലോ, ഞാൻ തേനും പാലും പോയിരിക്കും, എൻ്റെ അവരെന്ന് ജീവനാണ് എന്ന് പറയും. ജീവനാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. ഇനി ജീവൻ കഴിഞ്ഞിട്ട് എപ്പോഴും കുറച്ച് മരണം എപ്പോഴും ഉണ്ടല്ല, വരുവേ കതിർന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറും. ഇപ്പം ഇവരുടെ പ്രശ്നം അതാണ്, ഈ ചെറുത്തിൻ്റെ പ്രശ്നം അതാണ്. എന്താ പ്രശ്നം? അവർ പറയണം. പക്ഷെ അവരുടെ പെൺമക്കൾ വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. എല്ലാവരും ഞാൻ 50% ഓക്കെ ആണെന്ന് പറഞ്ഞു. 50% പ്രശ്നമുള്ളൂ. ഇവരുടെയൊക്കെ ഈ കടമെല്ലാം വന്ന് ഇവർക്ക് കൂടി. ഇവർ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ മനസ്സിങ്ങനെ ആന്തിക്കൊണ്ടിരിക്കുകയാണ്. കടം പലിശക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയും. ഇവർക്ക് എവിടെ പോകണമെന്നറിയാൻ പാടില്ല. പക്ഷേ ദൈവമായിട്ടിങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. കർത്താവിനെ സ്വീകരിക്കുന്ന ആളായത് കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെ ദൈവം വിടത്തില്ലല്ല. അപ്പോൾ ഉടനെ ഇവിടെ മൊബൈൽ തട്ടി താഴെ ഇട്ടിട്ട് ഇവിടെ എങ്ങാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പൊങ്ങി വരുമ്പോൾ കൃപാസനം മാതാവ്. അങ്ങനെ ഒരു ദിവസം 4 പ്രാവശ്യം സംഭവിച്ചു. 4 പ്രാവശ്യം സംഭവിച്ച് അവസാനം വന്ന് ഇവർ ഉടമ്പടി എടുത്തിട്ട് ആദ്യമൊന്നും മാതാവ് മൈൻഡ് ചെയ്യില്ല. ഉടമ്പടി മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുള്ള ആളല്ലേ. ഞങ്ങളും അങ്ങനെയാണ്. ഈ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആലപ്പുഴക്കാർ വഴി വരുവേ. അപ്പോൾ ഞങ്ങൾ പറയും ഉടമ്പെടുക്കാൻ പറയും. അയ്യോ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇരുന്നിട്ടുള്ളതാണ്. ഞാൻ ഇരുന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ തൽക്കാലം നമ്മൾ സംസാരിക്കണമെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടായിട്ട് 30 കൊല്ലമായി ഇല്ലേ, 30 കൊല്ലമല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആദ്യം ഈ സ്ഥാപനത്തെക്കുറിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും അമ്മ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാമെന്ന് പറയും. വേറെ കാര്യമൊന്നുമില്ല. അതെന്താ സംഭവിച്ചു? ഈ ചേച്ചി ഇതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട്, അവർ നല്ലവണ്ണമാണല്ലോ ജീവിക്കുന്നത്, അവരുടെ രീതി അനുസരിച്ച് പോയാൽ പിന്നെ എന്തിനാണ് എക്സ്ട്രാ ആയിട്ട് വരണമെന്ന് ചോദിക്കും.
പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഇപ്പം അച്ഛന്മാർ വന്ന് എന്നോട് ചോദിക്കത്തില്ലേ, അച്ഛന്മാരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ചോദിക്കേണ്ടിരിക്കുക. കുറേ അച്ഛന്മാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ. CMA അച്ഛന്മാരെടുത്തിട്ടുണ്ട്, യാക്കോബ അച്ഛന്മാരെടുത്തിട്ടുണ്ട്, ഓർത്തഡോക്സ് അച്ഛന്മാരെടുത്തിട്ടുണ്ട്. അവരുടെ ജീവിത പങ്കാളിയോട് വന്ന് കുടുംബസമേതം ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി പുതുക്കിയിട്ടുള്ള 3, 4, 5 പുതുക്കിയിട്ടുള്ള യാക്കോബ അച്ഛന്മാരുണ്ട്. അപ്പോൾ ഇവർ ആദ്യ കാലങ്ങളിൽ കത്തോലിക്ക അച്ഛന്മാരും വന്ന് ചോദിക്കും, അച്ഛൻ നമ്മളൊക്കെ ഒരു ഉടമ്പടിയിലല്ലേ അച്ഛനും ഉടമ്പടി എടുത്തിട്ടാണല്ലോ അച്ഛനാകണത്. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സിസ്റ്റർമാർ ചോദിക്കും, ഞങ്ങൾ ഉടമ്പടിയിലാണേ, പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, രണ്ടും ഉടമ്പടി, നമ്മളെടുത്ത ഉടമ്പടിയും ഈ ഉടമ്പടിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് ഉടമ്പടിയുടെ വ്യത്യാസം? ഞങ്ങളെടുത്ത ഉടമ്പടി എന്താ പറഞ്ഞേക്കുന്നത്? പ്രിയ മകനെ നീ, പിതാവ് നമ്മുടെ കയ്യിൽ പട്ടത്തിൻ്റെ സമയത്ത് പുസ്തകം തരും, കർത്താവിൻ്റെ വചനം തരും. പ്രിയ മകനെ നീ എന്താ ചെയ്യണം? ഇത് വിശ്വസിക്കണം, പിന്നെന്ത് ചെയ്യണം? ഇത് വിശ്വസിക്കണം, പിന്നെന്ത് ചെയ്യണം? ഇത് ജീവിക്കണം. അപ്പം നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ സഭയോടും സഭയുടെ പ്രതീകമായി പിതാവിനോട് അനുസരണ വാഗ്ദാനം ചെയ്ത്. പക്ഷേ നമ്മുടെ ഭാര്യന ഉടമ്പടി വരുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. പ്രിയമകനെ നീ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇത് ജീവിച്ചാൽ മാത്രം പോരാ, ഇതെന്താണ്? വെയിലും മഴയും കൊണ്ട് നടന്ന് ഇത് പ്രചരിപ്പിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് വ്യത്യാസമുണ്ട് അതിൻ്റെ അകത്ത്. ഇത് പ്രചരിപ്പിക്കണം. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കർത്താവിനെ കൈമാറണം. കർത്താവിനെ കൈമാറാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് സഹായിക്കുന്നതാണ്. എന്താ കാര്യം? ഈ പത്രം വെന്ത ചോറാണെന്ന് അതിനോട് അമ്മ പറഞ്ഞത്. ഒരു ബൈബിൾ കൊടുത്താൽ ചിലപ്പോൾ അവർ വായിക്കത്തില്ല, വായിച്ചാൽ മനസ്സിലാകത്തില്ല അവർക്ക്. പക്ഷെ പത്രം കൊടുത്താൽ ആ ബൈബിൾ തന്നെ വെന്ത് പാലിച്ച് ജീവിതാനുഭവങ്ങളായിട്ടിരിക്കണതാണ്.